ലോകത്തിലെ ഏറ്റവും വലിയ പോരാളി ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ആൻസറേ ഉള്ളൂ, അത് നമ്മുടെ അമ്മമാരാണല്ലേ. എൻ്റെ അച്ഛനും അമ്മയും ഒന്നു ചേർന്നിട്ട് നാളേക്ക് 40 കൊല്ലം ആവണം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞങ്ങളെ വളർത്താനും പഠിപ്പിക്കാനും ഒക്കെ ഒത്തിരി ഒത്തിരി ത്യാഗങ്ങൾ അവർ സഹിച്ചിട്ടുണ്ട് കേട്ടോ. ആ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയൊക്കെ കഥ ഞാൻ പറയുന്നതിനെക്കാട്ടി നല്ലത് എൻ്റെ അമ്മ പറഞ്ഞു കേൾക്കുന്നതാണ്. മക്കളെ, നിങ്ങളെ വളർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ട് അമ്മ 40 വർഷമാണ് 5-ാം തീയതി അച്ഛനുമായിട്ട് ഇവിടെ ഞാനും അച്ഛനും ജീവിക്കാൻ തുടങ്ങിയിട്ട്. അമ്മയുടെ തലയ്ക്ക് വരെ വില പറഞ്ഞ കാലം ഉണ്ടായിരുന്നു. ആ തലവെട്ടാൻ വന്നവ അവസാനം നിൻ്റെ കല്യാണത്തിനും എൻ്റെ മക്കളെ കല്യാണത്തിനും ജാതകം കുടയ്ക്കും വന്ന്. അങ്ങനെയുള്ള മനുഷ്യരും നല്ലവരും ഉണ്ടായിരുന്നു. എല്ലാം തരണം ചെയ്ത് ഞാൻ നിങ്ങൾ ആദ്യ അക്ഷരം കുറിക്കാൻ ഒരു 4 കാലം ഓലപ്പരയിരുന്ന് മൺകെട്ട വെട്ടിയ ചാണാമൊഴുകിയ ചിമ്മിനി വളക്കിലാണ് നിങ്ങൾ ആദ്യ അക്ഷരം എഴുതി കുറിച്ചത്. അറിയാമോ? ഒരു പേജ് എഴുതിയ പേപ്പർ മറക്കി വെച്ചിട്ട് പേജ് എടുത്ത് ഞാൻ കൊണ്ടുവന്ന് നിങ്ങൾ എഴുതിപ്പിച്ചിട്ടുണ്ട്. ഒരു യൂണിഫോം വാങ്ങിച്ചാൽ 1 വർഷം ഇടും, രാത്രി വന്ന് കഴിയിടും. അങ്ങനെ കഷ്ടപ്പെട്ട് നിങ്ങളെ ഞാൻ വളർത്തി. എനിക്ക് കിട്ടാത്ത ഭാഗ്യം എൻ്റെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ അത്ര പകൽ കഷ്ടപ്പെട്ട് എൻ്റെ മക്കൾ നല്ല ബുക്കും നല്ല ഡ്രസ്സും ഇട്ടത് ഞാൻ പട്ടാളത്തിൽ കയറിയതിന് ശേഷം. ഇന്ന് ഞാൻ പട്ടാളത്തിലല്ല, ഞാൻ പട്ടാളത്തിൽ നിന്ന് ഇറങ്ങി. ഞാൻ പട്ടാളത്തിൽ മാത്രം വരുമാനം കൊണ്ടല്ല നിങ്ങളെ വളർത്തിയത്, അതിനപ്പുറവും കഷ്ടപ്പെട്ടില്ല. ആ പകരം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ആരും ഇല്ലായിരുന്നു. ഒരു കൈ പിടിച്ച് ഒരു പെൻഷൻ വാങ്ങിച്ച് തരാൻ പോലും ആരും ഇല്ലായിരുന്നു മക്കളെ. തന്നാലോട്ട് സർക്കാർ പോലും നമ്മളോട് സഹായിച്ചു. നമുക്ക് തരൂല സർക്കാർ അന്നത്തെ കാലത്ത്. ഇന്ന് സ്കൂളുകളിൽ ഭക്ഷണമുണ്ട്, അന്ന് ഭക്ഷണമില്ല. അമ്മ ഈ വേവിക്കണ ആഹാരം രാവിലെ എഴിച്ച് അടുപ്പ് കത്തിച്ച് വേവിച്ച് പറക്കിയാണ് ഞാൻ വളർത്തിയത്.